ഞാനിവിടെ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ടെൻഷനാട്ടോ, ശരിയാവോ ശരിയാവില്ല എന്നുള്ളത്. ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാന്ന് വെച്ചാൽ യാതൊരു ടെൻഷനും വേണ്ട, നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടെ വീട്ടിൽ പഴം ഇരിപ്പുണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ. ഈ പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ നമ്മുടെ ഈ റെസിപ്പിയിൽ പഴം ഉണ്ടെന്ന് വരെ ആരും പറയില്ല കേട്ടോ. അങ്ങനത്തെ ഞാനൊരു നേന്ത്രപ്പഴം എടുത്തൊന്ന് കട്ട് ചെയ്ത് ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/4 കപ്പ് ഓയിൽ, 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 എഗ്ഗ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ 2 എഗ്ഗ് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സാവധാനം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട, മിക്സ് ചെയ്ത് വന്നാൽ ശരിയാവും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളി ഉപ്പും ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് കൊക്കോ പൗഡറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഡാർക്ക് കൊക്കോ പൗഡറായിട്ടും എടുത്തിട്ടുള്ളത്. കൂടെ 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് സാവധാനം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് കട്ട് ചെയ്തതോ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതേപോലെ ആവും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് നട്ട്സോ ചോക്ലേറ്റ് ചിപ്സോ ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഞാനിവിടെ ഒരു 180 ഡിഗ്രിയിൽ 35 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്, ഒന്നും കൂടെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഭയങ്കര സോഫ്റ്റും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ചോക്ലേറ്റ് ഇഷ്ടമുള്ള എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തായാലും നന്നായി ഇഷ്ടപ്പെടും. പിന്നെ പഴം കഴിക്കാനൊക്കെ ഇഷ്ടമില്ലാത്തവരെ ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കൂ കേട്ടോ. അതിൽ പഴം ചേർത്തിട്ടുണ്ടെന്ന് നമ്മൾ കഴിക്കുമ്പോൾ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, യാതൊരു ടെൻഷനും വേണ്ട. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.